ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അരുണാചൽ പ്രദേശിന്റെ ഈസ്റ്റ് കാമേങ് ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സേപ്പേന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാറി യാങ്സേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. പക്ഷെ അതിനു മുമ്പ് ഇന്ന് ഡിസംബർ 24 തീയതിയാണ്, ക്രിസ്മസിന്റെ തലേ ദിവസം. നമുക്ക് ഈ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. കാരണം ഇവിടെ ദൂരെ കാണുന്ന വീടുകളുടെയൊക്കെ ഫ്രണ്ടിലൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. അവിടെയുണ്ട്. ആ കാണുന്നത് ഒരു പള്ളിയാണ് കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിൽ കുറച്ച് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാങ്സേ ഗ്രാമത്തിലെ കാഴ്ചകളും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും കാണാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. കഴിഞ്ഞ വീഡിയോ നമ്മൾ ബൈക്കൊക്കെ നന്നാക്കിയിട്ടാണ് അവസാനിപ്പിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ അന്ന് താമസിച്ച റൂമിൽ പോയി ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഏകദേശം ഒരു 30 കിലോമീറ്റർ ബാക്കിലേക്ക്, നമ്മൾ വന്ന വഴി ബാക്കിലേക്ക് വണ്ടി ഓടിച്ചിട്ടാണ് യാങ്സേ എന്ന് പറഞ്ഞിട്ട് ഈ വില്ലേജിൽ വന്ന് എത്തിയേക്കണം കേട്ടോ. ഒരു ഫാമിലി നടത്തുന്ന ഒരു ലോഡ്ജാണ് കേട്ടോ അത്. ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും പിന്നെ 2 പട്ടിക്കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. അത് ആൾക്കാർ ജനറലി അത്ര അങ്ങനെ ഫ്രണ്ട്ലി ഒന്നുമല്ല കേട്ടോ. അതായത് മോശം ആൾക്കാരാണെന്നല്ല, പക്ഷെ ആൾക്കാർ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുന്നല്ലാതെ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുക എന്താ ഇവിടുന്ന, ആരും ഇത്രയും ദിവസമായിട്ടൊന്നും ചോദിച്ചില്ല. അവരുടെ ഒരു മകളാണ് നിലത്തിരിക്കണേ. പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്. ഇയാൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഒരു ചെറിയ പട്ടിക്കുട്ടി ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരെണ്ണുണ്ട്, അതിന് കുറച്ച് കുറുമ്പ് കൂടുതലാണ്. ചങ്ങലൊക്കെ പൊട്ടിച്ച് ഓടി നടക്കുന്നുണ്ട്. അഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഈ അഖ എന്ന് പറഞ്ഞ ട്രൈബിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ ഇവിടെ ഉള്ളത് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നവരുണ്ട്. പിന്നെ അവരുടെ എന്താണെന്ന് വെച്ചാൽ അതോ അല്ലെങ്കിൽ ഹിന്ദുയിസോ എന്താണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഒരു വഴി, അതിൻ്റെ 2 സൈഡിലും കടകളും വീടുകളൊക്കെ ആയിട്ട് ഒരു ഗ്രാമം. ഇതിൻ്റെ അപ്പുറത്തൊക്കെ കൾട്ടിവേഷൻ ഏരിയ ഉണ്ട്. അവിടെ സ്കൂളുണ്ട്. താഴെയും ആ ഭാഗത്തും കൾട്ടിവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതാണ് ഈ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഇത് സേപ്പ പോകുന്ന വഴിയാണ്. ഇങ്ങനെയാണ് സേപ്പ പോവുക. ഇതാണ് നമ്മൾ വന്ന വഴി. അവിടുന്ന് ടിപ്പി വില്ലേജിൽ നിന്നൊക്കെ വന്ന വഴി ഇതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ പണ്ടത്തെ വീടുകൾ കുറേ ഉണ്ട്, മരം കൊണ്ട് പണിഞ്ഞേക്കണം. അപ്പോൾ അതായത് മൊത്തത്തിൽ മരമാണ്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ആ വീടായാൽ തന്നെ മൊത്തം മരം കൊണ്ടാണ് പണിതേക്കുന്നത്. केरला हाँ, सुना है? साउथ इंडिया में केरला, हाँ पता है. आप लोग यहाँ रहते हो? वहाँ. अच्छा, आज भी छुट्टी है? वेकेशन है आपको? जनवरी 7 तक है. बहुत दिन है. क्या खा रहा है? नूडल, जैकपॉट. और ये वाई वाई. ये वाई वाई है ना? मिमी. हाँ ठीक है, ओके ബൈ. കുട്ടികളെ കടയുടെ പുറത്തിരുന്ന് ഇങ്ങനെ ഈ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കഴിക്കാൻ പറ്റുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ജനുവരി 7 തീയതി ഒരു അവധി അത്രേ. അതെ, ഇവിടെ ക്രിസ്മസ് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ മുളയുടെ ഒരു വടിയിൽ അറ്റത്ത് സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇതാ കാണുന്നതാണ് കേട്ടോ പള്ളി. ഇന്ന് രാത്രി ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത്. പള്ളിയിലവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ തകൃതിമൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബലൂണൊക്കെ കെട്ടി തോരണമൊക്കെ കെട്ടിയിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നടന്നോക്കാം. क्या बना रहा है? ये हाँ, कुछ हम लोग का लोकल मीट है. क्या बोलता है उसको? उसको मिठुन. वो जानवर. हाँ, जानवर. अच्छा. थैंक यू जी. इंग्लिश में लैंग्वेज नहीं है, लेकिन हाँ. बफलो. हाँ पता है, मिथुन पता है. मिथुन का मीट है. हाँ, उसका खून को पका रहा है. खून को पका रहा है. ओके. इंटेस्टाइन लोग पूरा. हाँ हाँ. जो अभी जो हम लोग काम कर रहे हैं वो खाने के लिए, हाँ. काल के लिए वहाँ काट रहे हैं. अभी हम लोग खाने के लिए अच्छा. वो उधर काट रहे हैं वो लोग. अच्छा. आज रात को सेलिब्रेशन रहेगा ना? हाँ, रहेगा, छाछ में रहेगा. हाँ. और इसमें क्या मीट है? ये खाना है. खाना. चावल. हम लोग का फोर फादर लोग पहले में प्लेट नहीं था, हाँ. तो उसी में खाता था. अभी भी हम लोग वही फॉलो करते हैं. अच्छा. इसमें क्या क्या है? लोकल मीट है. मिथुन का मीट और इंटेस्टाइन. हाँ, ये वही है कि लीवर है इसमें. हाँ. पूरा जो अंदर का है वही है सब. और ये पत्ता. ये जो हम लोग का ये एकदम ऑर्गेनिक है. ये इसको हम लोग जो रारू. हाँ, रारू बोलते हैं. ये जो है लोकल दवाई है. जैसे गैस्ट्रिक वगैरह जो खाता है हम लोग. अच्छा ये वाला. रारू बोलते हैं ना. ये तो इसमें हम लोग जो लोकल चीज डाल के खाता है. और भी बम्बू शूट वगैरह डाल के अच्छे से डाल के. വന്ന ഉടനെ ഉണ്ടല്ലോ എനിക്ക് കട്ടൻ ചായ തന്നു കേട്ടോ. എന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടിട്ടുള്ള കട്ടൻ ചായയാണ്. ലൈറ്റ് മധുരമായിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അവരിങ്ങനെ വർത്താനം പറയായിരുന്നു. അപ്പോൾ ആ
പൊതിയിലിരിക്കുന്നതൊക്കെ ചോറാണ് കേട്ടോ. ചോറും പിന്നെ ഈ മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഒരു ആനിമൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മീറ്റുമാണ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് ഇത് ഇന്നത്തേക്കുള്ളതാണ് കേട്ടോ. ഈ നാളത്തേക്കുള്ളത് അവിടെ ഒരു മിഥുനെ വെട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ആ ഭാഗത്ത് വെട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സെലിബ്രേഷൻ ഉണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിലാട്ടോ വർത്തമാനം പറഞ്ഞത്. ഞാൻ ഇത്രയും ദിവസമായിട്ട് ആ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുന്നല്ലാതെ ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആൾക്കാരോട് അധികം എന്താ പറയുക, ആൾക്കാരധികം മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കടയിലായാലൊന്നും ആൾക്കാർ മിണ്ടുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. കെട്ടിയ തോരണമൊക്കെ ഒരു മുകളിലേക്ക് പൊക്കുക കേട്ടോ. ഒരു ബാമ്പു കൊണ്ട് വെച്ചിട്ടുണ്ട്, വലിയൊരു മുളയുടെ ഒരു ഇത്. അതിൻ്റെ മുകളിൽ മറ്റേ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതേ അവർ വലിച്ച് പൊക്കി കയറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചേച്ചിമാരൊക്കെ അങ്ങോട്ട് പോയി ഇതേ വലിച്ച് മുകളിലേക്ക് കയറ്റുന്നു. ഒരു ചേട്ടൻ ദേ കൊക്കക്കോളയും സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു. ഇവർക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഈ പെപ്സി, കൊക്കക്കോള അങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നൊരു സാധനം. അപ്പോൾ അതേ വലിച്ച് കൊടിയൊക്കെ പൊക്കുന്ന പോലെ വലിച്ച് പൊക്കുന്നുണ്ട് മുകളിലേക്ക്. എൻ്റെ അറ്റത്തൊരു സ്റ്റാറും ഉണ്ട് കേട്ടോ. എല്ലാവരും പറയാം കേട്ടോ, അവിടെ മിഥുനെ വെട്ടുന്നുണ്ട്, അത് പോയി വീഡിയോ എടുക്കാൻ. അപ്പോൾ അതെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അച്ഛാ ऐसे जलाता है? हाँ. ഇവിടെ ഉണ്ടല്ലോ ഇവരിതിനെ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് സോൾട്ടോ അല്ലെങ്കിൽ സ്പൈസസ് ഒന്നും ഇടാണ്ടാണ് കേട്ടോ. ജസ്റ്റ് ആ കനലിൽ വെച്ച് അല്ലെങ്കിൽ തീയിൽ വെച്ചിട്ട് ഒരു മുളയുടെ ഒരു കമ്പിൽ കോർത്ത് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇത് ഈ കാണുന്നത് നേരത്തെ ഞാൻ വന്നപ്പോൾ ചുട്ടെടുത്ത ഒരു പീസാട്ടോ. അപ്പോൾ അതിലിനി ഉപ്പും കാര്യങ്ങളൊന്നും ഞാൻ ആദ്യമേ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, മുളകും ഉപ്പൊക്കെ കൂടിയിട്ട് ഒരു ചട്നി പോലെ അരച്ചിട്ട് അതിൽ മുക്കി കഴിക്കുന്ന കേട്ടോ പറയണേ. അപ്പോൾ അത് ഒന്ന് മുറിച്ചിട്ട് ആദ്യം കനലിലേക്ക് വെച്ചു. ഇവിടെ ആൾക്കാർ ഇതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിഥുനെ വെട്ടിയിട്ട് 200 പേര് നാളെ വരും ഇത്ര ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഇവിടെ അങ്ങനെ പറയായിരുന്നു. ക്ലിയർ നമസ്തേ. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു കേട്ടോ. ഫ്രണ്ട്ലി അല്ല ആൾക്കാരെന്നൊക്കെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ് വളരെ വളരെ മോശമായിപ്പോയി. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം അവിടുത്തെ പരിപാടികളൊക്കെ നടക്കട്ടെ, അവർ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ ചർച്ചാണ് ഇത്ര ഈ ഭാഗത്തെ ഏറ്റവും ആദ്യത്തെ ചർച്ച്. 30 കൊല്ലം മുമ്പാണിത് ഈ ചർച്ച് പണിതേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ പറഞ്ഞ് നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് നടന്നെത്തി കേട്ടോ. ഈ ചർച്ചിൻ്റെ തൊട്ട് സൈഡിൽ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ. അതിങ്ങനെ സ്പോർട്സ് സ്റ്റേഷനറി, ഗിഫ്റ്റ് കോർണർ, ഹോൾസെയിൽ, യങ് സെയിൽ, പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രോസറി ഒക്കെ കിട്ടുന്ന കടകൾ, പിന്നെ ഇവിടെ മീനും ചിക്കനൊക്കെ വൈകുന്നേരം കിട്ടും. ഞാൻ ഈ കടയിൽ നിന്നാണ് വെള്ളം മേടിക്കുന്നത്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുണ്ട് ഒരു പച്ചക്കറി കട. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഈ ഒരു ഭാഗത്തെ ഒരു മെയിൻ എന്താ പറയുക, ഒരു സെൻറ്റർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു ബാങ്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമർ സർവീസ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു കുഞ്ഞിക്കട പോലെ കേട്ടോ, കുഞ്ഞിക്കട പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതേ കമ്പ്യൂട്ടർ ഉണ്ട്, കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാങ്ക്. ഇതേ കാണുന്നതാണ് ബാങ്ക്. ഇതിൻ്റെ അകത്താണ് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കണേ. ഞാൻ ഈ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത്, ഞാൻ ബൈക്കിൽ ഇതിലെങ്ങനെ പോയി എന്നല്ലാണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നടക്കുന്ന ആദ്യമായിട്ടാണ്. ബാങ്കിൻ്റെ ഈ സൈഡിലായിട്ടുണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉള്ളത് യാങ്സെ ഒരു മോഡൽ സ്കൂളാണ് കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1989, ബാന, അരുണാചൽ പ്രദേശ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്, കയറാം എന്ന് വിചാരിക്കണം. ഹലോ, നാണായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ചിങ്ങനെ കുത്തനെ കയറ്റം കയറി വരാനുണ്ട്. കുത്തനെയല്ല, ചെറിയൊരു കയറ്റം കയറി വരാനുണ്ട്. വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ആ കാണുന്ന കേട്ടോ സ്കൂള് എനിക്കങ്ങനെ മുളയോണ്ടാട്ടോ ഉണ്ടാക്കിയേക്കണേ. അതിൻ്റെ ചുമരൊക്കെ മുളയോണ്ട് പണിത പോലെയാണ് തോന്നുന്നത്. ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ കാണുന്നത് ബോയ്സ് ഹോസ്റ്റലാണ്, ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ്. അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഗേൾസ് ഹോസ്റ്റലാണ് കേട്ടോ. 2 പെൺകുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ദിയാന ദിയ ഹായ് ദിയ പേജന്നെ നീ. അപ്പം നമ്മളന്ന് ഭക്ഷണം കഴിച്ചില്ലേ, ആ ആൻറ്റിയുടെ മകളാണ് കേട്ടോ, ദിയയാണ്. ഞാൻ പെട്ടെന്ന് കണ്ടില്ല, ഇപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ കുട്ടിയോട് കളിക്കാൻ വന്നേക്കണാണ്. അപ്പോൾ ഇതാണ് സ്കൂൾ കേട്ടോ, ക്ലാസ് മുറികളാണ്. നോക്കി അതിൻ്റെ മതിൽ അല്ലെങ്കിൽ ചുമരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്, മുളയോണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ചീളായിട്ട്
കീറിയിട്ട് അതിങ്ങനെ അടുക്കി വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ബെഞ്ചൊക്കെ എടുത്ത് മടക്കി വെച്ചേക്കാണ്, അവധിയാണല്ലോ, അതുകൊണ്ടായിരിക്കും പൊടിയൊക്കെ വരാതിരിക്കാനായിരിക്കും. എന്താ അല്ലേ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ സ്കൂളുകൾ എന്ത് അടിപൊളിയാണ് അല്ലേ. ഒന്നുമില്ല, ഇതൊക്കെ എന്തോ പ്ലൈവുഡ് കൊണ്ട് മറച്ചേക്കാണ്. പ്ലൈവുഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ചെറിയ വുഡൻ ഷീറ്റ് കൊണ്ട് മറച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ക്ലാസ് മുറി. ജനലിന് ഇതൊന്നുമില്ല. അപ്പോൾ തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ. ബോർഡ് കണ്ടോ, ബ്ലാക്ക് ബോർഡല്ല, ചെറിയൊരു ഈ എന്താ പറയുക മാർക്കർ കൊണ്ട് എഴുതുന്ന അങ്ങനത്തെ ബോർഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് യാങ്സയിലെ മോഡൽ സ്കൂൾ കേട്ടോ. അതല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ പെൺകുട്ടികളുടെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവധിയല്ലേ, അവധി ആയതുകൊണ്ട് ഇപ്പോൾ ആരും അവിടെ താമസിക്കുന്നൊന്നും ഉണ്ടാവില്ല. അവിടെയായിരുന്നു മെയിൻ റോഡിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങി ആൾക്കാർക്ക് നടക്കാവുന്ന ഒരു വഴിയിലേക്ക് കയറി. ആ കാണുന്നതാണ് നമ്മുടെ ലോഡ്ജ് കേട്ടോ. ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവറിലേക്ക് പോകാം കേട്ടോ. ഇതാണ് ബിച്ചോം റിവറാണ്. ഈ ബിച്ചോം റിവർ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ കാമിങ് നദിയിൽ പോയി ചേരുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ നടക്കാൻ. ഞാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. ഹായ്. ഇല്ല ഞാൻ ഉപദ്രവിക്കില്ല, പ്രശ്നക്കാരനല്ല, സൈഡ് വഴി പൊക്കോളാം. ഓക്കെ, എന്ത് രസാ തൂക്കുപാലം കണ്ട. പാലം ഒട്ടും എന്താ പറയുക സേഫ് ആയിട്ടുള്ളൊരു പാലമല്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ കുഴി പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ബിച്ചോം റിവർ. നടന്ന് ഇക്കരെ എത്തി കേട്ടോ. ഇങ്ങനെ എത്തിയപ്പോൾ ആകെ അവിടെ ഒരു പശുണ്ട്. എൻ്റെ അമ്മ. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ കൃഷിഭൂമിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിലകത്തേക്ക് എന്തോ വഴിയുണ്ട്. ഈ കൃഷിഭൂമിയിലേക്കൊക്കെ പോകാനുള്ളതായിരിക്കും. എന്താ നട്ടേക്കണമെന്ന് എനിക്കറിയില്ല. ഓറഞ്ച് മരങ്ങളാട്ടോ ഇതൊക്കെ. ശടാ, നല്ല വെയിലുള്ളപ്പോൾ വരായിരുന്നു. പിന്നെ വെയിൽ വരണ്ടേ. ഇതൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളാണ്. ഇവിടെ ഓറഞ്ച് ഭയങ്കര ഫേമസ് ആണ് ഈ ഭാഗത്ത്. അവിടെ ഒരു മരത്തിൽ ഓറഞ്ച് ഉണ്ട്. ഈ ഒരു ഏരിയ നിറച്ചും ഓറഞ്ച് മരങ്ങളാട്ടോ. മൊത്തം ഓറഞ്ചിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നിറച്ച് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് അങ്ങനെ എന്താ വൃത്തികേടായിട്ട് കിടക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല അങ്ങനെ ഓർഡറിൽ നിരയായിട്ട് ഓറഞ്ച് മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ എന്തോ കടന്നൽ പോലെ എന്തോ ഒരു സാധനത്തിന് കൂടുണ്ട് കേട്ടോ. നിറച്ചുണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ ഇതേ ഈ ഒരെണ്ണത്തിൽ എവിടെയോ കണ്ടു കേട്ടോ. നിറച്ചുണ്ട് ഇതുപോലെ. അപ്പോൾ ഇരുട്ടായി വരുന്നു. റോങ് ഡേ ആയിപ്പോയി. റോങ് ഡേ എന്ന് പറയാൻ പറ്റില്ല, വെയിലില്ലായിരുന്നു. രാവിലെ തൊട്ട് ഇങ്ങനെ മൂടിക്കെട്ടേ നിൽക്കണേ. കുറച്ച് നേരം ബ്രിഡ്ജിൻ്റെ സൈഡിൽ ചില്ല് ഔട്ട് ചെയ്ത് ഒരു 6 മണിയായപ്പോഴേക്കും വണ്ടി എടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി ചോറൊക്കെ കൊണ്ട് തിരിച്ചു വന്നു. ലോഡ്ജിൽ ഗസ്റ്റായി വന്നൊരു ഫാമിലി തീയൊക്കെ കാഞ്ഞ് കരോക്കെയൊക്കെ പാടി അവരുടെ ഈവനിങ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പള്ളിയിൽ ചെറിയ രീതിയിലുള്ള ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു 11:45 ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി അങ്ങോട്ട് നടന്നു. ഒരു കുഞ്ഞിൻ്റെ ഒച്ച പോലും കേൾക്കാനില്ല കേട്ടോ. ചേട്ടാ, ഇത്രയും നേരം ഞാൻ വെറുതെ നോക്കിയിരുന്നാണോ? എനിക്ക് തോന്നുന്ന പള്ളിയൊക്കെ അടച്ച ആൾക്കാർ പോയി തോന്നുന്നു. ഇങ്ങനെ ഒരു അബദ്ധം പറ്റാനില്ല കേട്ടോ. ഒരു മനുഷ്യനില്ല. നോക്കിയേ, ഞാനും യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ അവിടെ. खत्म हो गया? अभी 4-5 बजे आएगा. 4-5 बजे. ഇവിടെ 10 മണിയായപ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു അത്ര. അപ്പോൾ ഇനിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയിട്ടൊരു ചേർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, നമുക്ക് പറ്റി അങ്ങോട്ട് പോവാം.
ഇനി ഇവിടെ പരിപാടിയൊക്കെ ഉള്ളത് നാളെ രാവിലെ 5 മണി 6 മണി നേരത്താണ്. അപ്പോൾ ഇപ്പം ഇനി പരിപാടികളൊന്നുമില്ല. അവിടെ പിള്ളേരൊക്കെ ഇന്നിവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ കിടന്നു. അപ്പോൾ നേരത്തെ പടക്കം പൊട്ടിയത് ഒരു 10 മണി നേരത്താണ്. അപ്പോൾ ആ സമയത്ത് ഇത് അവസാനിച്ച് എല്ലാവരും പോയിത്ര. എൻ്റെ അടുത്ത് പക്ഷേ എല്ലാവരും പറഞ്ഞ മിഡ് നൈറ്റ് മാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മിഡ് നൈറ്റ് മാസ് 10 മണിക്കായിരുന്നു. ഞാൻ അവിടുന്ന് നടന്ന് അടുത്തുള്ള പള്ളിയിലേക്ക് പോകാൻ നോക്കി. പക്ഷെ മാപ്പിൽ ആ പള്ളി മാർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സാറ്റലൈറ്റ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു വഴി കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് കറങ്ങി പോകണം. എന്നാലും സാരില്ല, ഒരു കൈ നോക്കാമെന്നും കരുതി ലോഡ്ജിൽ വന്ന് ഡോമിയം എടുത്ത് പള്ളിയും തപ്പി ഇറങ്ങി. ഇവിടെ വരെ കേട്ടോ മാപ്പിൻ്റെ വഴിയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ആണ് ഇത്. പക്ഷെ ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ അസിസ്റ്റൻറ്റ് കമ്മീഷണറിൻ്റെ വീടാന്നൊക്കെ. എക്സ്ട്രാ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ബാന, ഗവൺമെൻറ് ഓഫ് അരുണാചൽ പ്രദേശ്. കമോൺ പോയി നോക്കാം. ये चर्च के लिए रास्ता है ये? हाँ, कौन सा चर्च? यहाँ पे एक चर्च है ना? नहीं, ये हाँ यहाँ पे ये सामने है. बंद हो गया या अभी है, आदमी है. आदमी है? अच्छा ठीक. അപ്പോൾ ഇത് തന്നെ കേട്ടോ ചർച്ചിലേക്കുള്ള വഴി. എല്ലാം കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി തുടങ്ങി. അപ്പോഴാണ് ഞാൻ വന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എത്തിയേനെ. എന്തായാലും വന്നതല്ലേ, ചർച്ചൊക്കെ ഒന്ന് നടന്ന് കണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരോട് സംസാരിച്ച് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിട്ട് ഇനി തിരിച്ചു പോവാം. സമയം രാവിലെ 8 മണി കേട്ടോ. ഞാൻ ദേ പള്ളിയുടെ ഭാഗത്തേക്ക് എത്തിയേക്കാണ്. രാവിലെ 5 മണിക്ക് 6 മണിക്കൊന്നും ഞാൻ എണീറ്റില്ല കേട്ടോ. അലാമൊക്കെ വെച്ചതാണ് 5:30 എനിക്ക് വരാമെന്ന് വിചാരിച്ച്. ഞാൻ അറിഞ്ഞും കൂടി ഇല്ല അലാം അടിച്ചത്. രാത്രി ഇന്നലെ വന്നിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് 2-2:30 എപ്പോഴാണ് കിടന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ദേ നല്ല നീല ആകാശം കേട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പള്ളിയിൽ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. രാവിലെ സെലിബ്രേഷൻ ആസ് ഇൻ മാസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മുടെ ഇന്നലെ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ചേർച്ചിൻ്റെ അകത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കിട്ടി തോരണമൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ആ നീല ആകാശമായപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. ഇന്നലെ കണ്ട പോലെയല്ല കേട്ടോ, ഭയങ്കര രസമായിട്ട് ആ കളറൊക്കെ ഇങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ദേ കുക്കിംഗ് തകൃതമൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് ആ സൈഡാണ് കുക്ക് ചെയ്യുന്നത്. अच्छा अच्छा हाँ अच्छा अच्छा താങ്ക് യു ജി. നമ്മൾ അധികം ലേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ 11 മണിക്കാണ് തുടങ്ങണത്. 11 മണിക്ക് തുടങ്ങി 3 മണിക്കൂർ, 1 മണിക്ക് ഇവിടെ ലഞ്ച് കേട്ടോ. അപ്പോൾ അവർ ബെഞ്ചൊക്കെ പിടിച്ചിടുന്നുണ്ട്. അവിടെ ആൾക്കാർ കുക്ക് ചെയ്യുന്നുണ്ട്. ചെന്നപ്പോൾ എനിക്ക് ചായ തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് കളയാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ ആൾക്കാർ ഉണ്ടല്ലോ ഒട്ടും ഈ വേസ്റ്റ് കളയുന്ന കാര്യത്തിൽ ഭയങ്കര മോശമാണ്. അപ്പോൾ ആൾക്കാരെ ഇങ്ങനെ വലിച്ച് വാരിയാണ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഉപയോഗിച്ചു, ഗ്ലാസ് എറിഞ്ഞു, അങ്ങനെയാണ് മൊത്തം വേസ്റ്റാണ്. ഇതിപ്പോൾ ഈ ഭാഗത്ത് വേസ്റ്റ് ഇല്ലാത്തത് പള്ളിയുടെ പരിസരവും ഇവിടെ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്തെങ്കിലും പെപ്സിയുടെ ഇതോ അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ചേച്ചിമാർ ഇവിടെ എന്താ ഉണ്ടാക്കണേന്ന് ഒന്ന് നോക്കാം. ചോറ് ഒരു ഇലയിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ബോധ അച്ഛാ. ഇതാണ് അവരുടെ ഈ അക്കാ ട്രൈബിൻ്റെ ഡ്രസ്സ് കേട്ടോ. നല്ല രസമായിട്ട് അതിൻ്റെ എംബ്രോയിഡറി ആണ്, എന്താ പറയുക അതിന്, അങ്ങനെ വീതെടുത്തേക്കണമെന്ന് തോന്നുന്നു. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു ഇലയിൽ, ഇത് എന്ത് ഇലയാണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ അകത്താണ് ചോറ് ഇങ്ങനെ പൊതിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ സെർവ് ചെയ്യുന്ന ഈ ഇലയിലായിരിക്കണം. राइस तो लोकल नहीं है, लेकिन ये जो पत्ता है ना, हाँ, हाँ। ये जंगल से लाता है, बहुत अंदर ये जंगल में जाके लेना पड़ता है। अच्छा अच्छा. हाँ, ओनियन है? ओनियन है. हाँ. ओनियन को पहले फ्राई करेगा, उसके बाद अच्छा अच्छा. ഇവിടെ ദേ മിഥുൻ്റെ ഇറച്ചിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. ആള് ഫൗജിയാണ്, മണിപ്പൂർ പോസ്റ്ററാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സവോള വഴറ്റിക്കൊണ്ടിരിക്കണം. ക്യാ ഹൈ ഇസ്മേ? हाँ बैम्बू शूट. हाँ हाँ. ये जो है ना भाई, हाँ ये जो हम लोग का बैम्बू शूट से बनता है, हाँ. ये जो इसमें कट्टा है, हाँ. तो इसका टेस्ट को मतलब और अच्छे से टेस्ट आने के लिए
और ये भी जो बीन्स दिखाई दे रहा है ना, आप थोड़ा जूम करके दिखाइए। ये बीन्स जो हम लोग खुद लगाता है। अच्छा, और ये ये पत्ता जो आपको कल भी हमने दिखाया, ये गांव में बहुत जंगल अंदर जाना पड़ता है। मिथुन का इंटेस्टाइन है। अच्छा, ये अभी हम लोग इसको बॉईल करके खाएंगे। अच्छा, ये ऐसा मिलता भी नहीं है, ये बहुत मतलब कीमती हो जाता है इसका ना। मिथुन का दाम जो आपको 80-90 में मिलेगा। एक मिथुन जो आप खाल दिखा है ना, वो 80-90 में मिलेगा। 80-90 मतलब 80-90,000 एक मिथुन का। एक मिथुन का। तो ये बहुत ज्यादा कीमती हो जाता है हमारे लिए। ബാംബു ഷൂട്ട് അഥവാ മുളങ്കൂമ്പും ഉണക്കപ്പയറും ഇലകളും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന സബ്ജി തിളച്ച് മറിയുകയാണ്. ഇവിടെയുള്ള ഓരോരുത്തരും ഒരു ടീമായി നാട്ടുവിശേഷവും തമാശയും ഒക്കെ പറഞ്ഞ് ഒരുമിച്ച് കഷ്ടപ്പെട്ടാണ് പണിയെടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ സബോള വഴറ്റിയതിലേക്ക് മീറ്റ് ചേർത്തു. ചോറിനൊപ്പം മെയിൻ സൈഡ് ഡിഷ് ആകാൻ പോകുന്ന സെമി ഗ്രേവി മിഥുനെയാണ് ഈ ഇളക്കി യോജിപ്പിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഇൻഡസ്റ്റൈൻ്റെ ഒരു കറി വേറെയും റെഡിയാവുന്നുണ്ട്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. ഞാനിതെല്ലാം ആസ്വദിച്ചൊരു മൂലക്കിരുന്നു. ഇടയ്ക്ക് പഞ്ഞിക്കെട്ട് പോലൊരു പട്ടിക്കുട്ടിയെ കൊഞ്ചിക്കാനും കിട്ടി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുന്നു. അവരുടെ ട്രഡീഷണലായിട്ട് അക്ക ട്രൈബിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട്, അവരുടെ ഒരു കുറച്ച് പേര് അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു ആണുങ്ങളൊരു വെള്ള ഒരു ജാക്കറ്റൊക്കെ ഇട്ട്, സ്ത്രീകളൊരു റെഡും പിന്നെ കുറേ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവരിനി തിരിച്ചു വരും കേട്ടോ. അപ്പോൾ 9 മണിക്കോ എന്തോ മാസമുണ്ട്. അത് കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ സെലിബ്രേഷൻ തുടങ്ങും. 1 മണിക്ക് ലഞ്ച്. അപ്പോൾ എന്നോട് ഭയങ്കര നിർബന്ധമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. ഞാനും ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ. നമുക്ക് ഇവിടെ ഹീറ്ററൊക്കെ താഴെ നിന്ന് വാങ്ങി വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ വേണം കുളിക്കാൻ. നല്ല തണുപ്പാണ്. അപ്പം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാം. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് തിരിച്ച് പള്ളിയുടെ അടിക്ക് പോകാം. ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങി വരുന്നല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഗസ്റ്റിന് ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. അവിടെ ഫാദറൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ചളുപ്പാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നീങ്ങി മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ആൾ പറഞ്ഞു ഫുഡ് ടേസ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് എന്നെ കുറച്ച് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് എന്തോ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാം. Thank you. This is the intestine and stuff. Yeah. Of Mithun. Okay. Very different taste. It's very good. Okay. Thank you. ഇതുവരെ കഴിക്കാത്തൊരു തരം ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ യാക് മീറ്റ് ട്രൈ ചെയ്തു നേപ്പാളിൽ. ഈ സീസണിൽ മിഥുനാട്ടോ ട്രൈ ചെയ്യണം. ഇത് ഇൻഡസ്റ്റൈനൊക്കെ ആട്ടോ അതിൻ്റെ. അത് ശക്തിയാവുമെന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റ്. അത്രയും ഫ്ലേവർഫുള്ളാണ്. നല്ല എരിവുണ്ട്. എനിക്ക് എന്ത് ടേസ്റ്റാണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ വെരി ഗുഡ്. പന്ത്രണ്ട് മണിയായതോടെ മിക്കവരും എത്തി ഗ്രൗണ്ടിന് ചുറ്റുമിട്ട ബെഞ്ചിൽ വന്നിരുന്നു. അപ്പോഴേക്കും 2 പെൺകുട്ടികൾ വന്നിരിക്കുന്നവർക്ക് സ്റ്റാർട്ടർ പോലെ എന്തോ വിളമ്പാൻ തുടങ്ങി. Skin of Mithun. Skin. Yeah. Earlier we had intestine. Yeah. Earlier we had intestine. This is the skin part. സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞതും ഓരോരോ പ്രോഗ്രാംസ് ആയിട്ട് തുടങ്ങി. മെയിനായിട്ട് ഡാൻസ് തന്നെയാണ്. ഹിന്ദിയിലും പിന്നെ ഇവരുടെ ഭാഷയിലുമുള്ള മോഡേൺ ഭക്തിഗാനത്തിൻ്റെ താളത്തിൽ വട്ടത്തിൽ ചുവട് വെച്ചാണ് ഈ ഡാൻസ് പരിപാടി തുടങ്ങിയത്.
ഗ്രാമീണർക്കൊപ്പം ചർച്ചിലെ ഫാദറും സിസ്റ്റേഴ്സും എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ. ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒപ്പം കളിക്കാൻ വന്നു. വേറെ ഒരാൾക്ക് ഒക്കത്ത് കയറിയിരുന്ന് എൻ്റെ താടി പിടിക്കും. കപ്പിൾ ഡാൻസ് കഴിഞ്ഞ് മുതിർന്ന സ്ത്രീകളുടെ ഡാൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ മൈക്കിൽ ആരുടെയൊക്കെയോ പേര് അനൗൺസ് ചെയ്ത് പൊന്നാട പോലെ എന്തൊക്കെയോ കഴുത്തിലിട്ട് അവരെ ആദരിക്കുന്ന പരിപാടിയായിരുന്നു. പെട്ടെന്ന് കേരളാസിയായ യൂട്യൂബർ എന്നും പറഞ്ഞ് മുഖത്ത് നോക്കി ആങ്കർ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായതുകൊണ്ട് ഒരു മിന്നലടിച്ച പ്രതീതിയിൽ ഞാൻ അങ്ങോട്ട് ചെന്നു. 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ട കഥയും ഇവിടുത്തെ ആളുകൾ എത്ര നല്ലതാണെന്നും അറിയാവുന്ന ഹിന്ദിയിൽ അടിച്ചു വിട്ടു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കേരളത്തിൽ നിന്ന് യൂട്യൂബറാന്നൊക്കെ പറഞ്ഞ് എന്നെ ആദരിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ, ശരിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവിടെ അങ്ങനെ പലതരം ഡാൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ ആൾക്കാർ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ. കപ്പിൾ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്ന ശരിക്കും കുട്ടികളാണ് കേട്ടോ. 20 വയസ്സ് 22 വയസ്സൊക്കെ മാക്സിമം. അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ ഡാൻസുകളൊക്കെ നടക്കണേ. കുറേ നേരമായി കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 2 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ഇനിയുണ്ട് പരിപാടികൾ. ओके थैंक यू जी। ये सबको ऐसा ऐसे देते हैं? हाँ, इसमें सब कुछ है, राइस से, यहाँ देखिए इसमें राइस से सब्जी और पानी। ओके താങ്ക് യു. പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ എല്ലാവർക്കും അവരിങ്ങനെ കവറിലാക്കിയിട്ട് ഒരു പൊതിച്ചോറ്, അതായത് ചോറ് ഒരു മറ്റേ ഇലയിൽ പൊതിയണല്ലേ അത്, പിന്നെ മറ്റേ മീറ്റിൻ്റെ ആ കറി, പിന്നെ വെള്ളം ഒരു പാക്കറ്റ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ തരികയാണ്. എന്നിട്ട് പറയാണ് എല്ലാവരും എവിടെ സ്ഥലം കിട്ടുന്നോ അവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറയാം. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ മേശമ വെച്ച് കഴിക്കുകയാണ്. പിന്നെ സാലഡും എന്തോ കറികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആ ലേഡിയുടെ ബക്കറ്റിൽ എന്തോ കറി കൊണ്ടുപോവാണ്. അന്ന് നേരത്തെ ഉണ്ടാക്കിയ പയറിൻ്റെ കറി, ബോയിൽ സബ്ജി, പയറും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും അവിടെ അങ്ങനെ നിരന്നിരുന്നു. എല്ലാവരും അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. ഞാൻ എവിടെ ഇരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറിയിരിക്കാം. താങ്ക് യു താങ്ക് യു ജി. आपका ये बहुत अच्छा लग रहा है. अलग है, अलग कलर है. ചോറിന്റെ പൊതിയുണ്ട്, മിഥുന്റെ കറിയുണ്ട്, വെള്ളത്തിന്റെ ഒരു ബോട്ടിലുണ്ട്. खाना को आराम से खाइए और खाना को नहीं खा के मत पीजिए. टेबल में आराम से ये चटनी ही है. ഈ കവറിൽ തന്ന അല്ലാണ്ട് ഒരു മിഥുൻ്റെ ഇത് സ്കിന്നാണ് കേട്ടോ. മിഥുൻ്റെ സ്കിന്ന് ആണ്. അതിൻ്റെ ഒരു പിക്കിളോ ചട്നിയോ അങ്ങനെ എന്താണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചോറും കൂട്ടി കഴിക്കാം കേട്ടോ. ശരിക്കും ഇങ്ങനെ കൊതി വരികയാണ് കേട്ടോ. വായിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ്, അതുപോലെയാണ്. ആ ഞാൻ വെറുതെ തള്ളി മറിക്കുകയല്ല. അരുണാചലിൽ വന്ന പിന്നെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മീലാണ്, ഏറ്റവും ബെസ്റ്റ് മീറ്റാണ്. കിടിലൻ സാധനം. താങ്ക് യു ജി. ഒരു സാലഡും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്യാബേജും ഒണിയനും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു സാലഡ് അതിനോട് വേണ്ട. എക്സ്ട്രാ റൈസ് വേണമെങ്കിൽ ഈ ചേച്ചി കൊണ്ട് നടക്കുന്നുണ്ട്. ആ एक दे दो. താങ്ക് യു. हाँ थोड़ा सा दे दो. ബോയിൽഡ് വെജിറ്റബിൾ. ആ ഓക്കെ താങ്ക് യു. ബോയിൽഡ് വെജിറ്റബിൾസ് വന്നിട്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് പയർ, ബാംബൂ ഷൂട്ട്, ഇതാണ് ബാംബൂ ഷൂട്ട്. ഇതിനൊരു ടിപ്പിക്കൽ നോർത്ത് ഈസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടി കിഡിലുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല, തള്ളി മറിക്കല്ല, പക്ഷെ വെരി വെരി ടേസ്റ്റി. ഭക്ഷണം കഴിഞ്ഞതും ആളുകൾ പിരിഞ്ഞുപോയി തുടങ്ങി.
ഗെയിംസ് ഉണ്ട്, സമ്മാനമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടും ആരും നിന്നില്ല. കുറച്ചുപേര് പാത്രങ്ങളൊക്കെ കഴുകാൻ ഗ്രൗണ്ടിന്റെ ഒരു വശത്തേക്ക് പോയപ്പോൾ ഗ്രൗണ്ടിലെ ബെഞ്ചൊക്കെ പിടിച്ചിടാൻ ഇവരോടൊപ്പം ഞാനും കൂടി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നലെ മുതൽ ശരിക്കും ഇവരിൽ ഓരോരുത്തരും പേഴ്സണലായിട്ട് ഞാൻ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. ജനുവരി 10 മുതൽ 15 വരെ ഇവിടെ നടക്കുന്ന സരോഗ് ഫെസ്റ്റിവലിന് നിർബന്ധമായിട്ടും വരണമെന്ന് പറയാനും ആരും മറന്നില്ല. ഇത്ര അടിപൊളി ക്രിസ്മസ് ഉണ്ടല്ലോ, ഒരു യാത്രയിൽ പോലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്ര എൻജോയ് ചെയ്തു. എല്ലാവരും എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര സ്വീറ്റാട്ടോ. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വീറ്റാണ് അത്. സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, വയസ്സുകാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാൻ കൂടുതൽ അരുണാചൽ കാഴ്ചകളായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ.